അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് ഡേ ആണ് കാണിക്കുന്നത്. നാളെ എനിക്കും അച്ചായനും അതുപോലെ തന്നെ ഈസയ്ക്കൊക്കെ എല്ലാവർക്കും മുടക്കാം. എൻ്റെ സിസ്റ്റർ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ന് വരുന്ന കാരണം കുറച്ച് പ്രിപ്പറേഷൻസ്, കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ചോറും സാമ്പാറും, പിന്നെ അതായത് സാമ്പാർ കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയായിട്ടിരിക്കണം. അവൾ നന്നായി സാമ്പാർ ഉണ്ടാക്കും. പിന്നെ ചിക്കൻ ഒന്ന് പൊരിക്കാം, ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് കഴിക്കാം ഉണക്കമീൻ വറുത്തതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ അതൊന്നും കിട്ടാത്ത കാരണമാണ് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാം എന്നുള്ള രീതിയിൽ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗ്രില്ല് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നർ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ അങ്ങനെ അവൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഞാൻ കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറ വെച്ചേക്കണോണ്ട് ഈസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ക്യാമറയിൽ നോക്കുകയാണ്. അപ്പോൾ എന്നെ അവൾ സഹായിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ സഹായിച്ചു തരാണ് അവൾ. എന്താ ചെയ്യണേ? എന്താന്ന്? ഒതുക്ക് ഇപ്പം വരും അക്കുമേമ്മ, മമ്മീനെ സഹായിക്കേ. അവൾക്കാകെ നാണാവാണ് കേട്ടോ. ഞാൻ ക്യാമറ വെച്ചൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് അടിച്ച് വാരി തന്നു. അപ്പോൾ ഞാനും അതൊന്ന് ഫുള്ളായിട്ട് ക്ലീനാക്കി. പിന്നെ ഞാൻ വാക്കൊക്കെ വെച്ച് ഫുള്ളൊന്ന് ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു അവൾ വരുമ്പോഴേക്കും ഇനി ഹറിബറി ആവേണ്ട, കാരണം അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇത്തിരി നേരം വൈകും. അപ്പോൾ ഞാൻ പരിപ്പും സാമ്പാറിന് വേണ്ട പരിപ്പും കാര്യങ്ങളൊക്കെ കഴുകി കഷ്ണങ്ങളൊക്കെ കഴുകി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കഴുകി എന്തെങ്കിലും കഷ്ണങ്ങളുണ്ടോ സാമ്പാറിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ സാമ്പാറും ഒരു തക്കാളിയും സബോളയും പരിപ്പും ഒരു തക്കാളിയും സബോളയും മാത്രമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും കേട്ടോ. നല്ല അടിപൊളി സാമ്പാർ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു മത്തങ്ങയുടെ ചെറിയൊരു പീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഏകദേശം ഒരു ചീഞ്ഞൊരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ചീഞ്ഞ ഭാഗമൊക്കെ ഞാൻ മാറ്റി കളഞ്ഞിട്ട് അതിൽ കുഴപ്പമില്ലാത്തൊരു ഭാഗം എടുത്ത് മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കുറച്ച് കഷ്ണങ്ങളാക്കി ഞാൻ വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സാമ്പാറിൻ്റെ പരിപ്പ് കഴുകി കുക്കറിലോട്ട് ഇട്ടു. പിന്നെ ഒരു തക്കാളി ഉണ്ടായിരുന്നു, ഒരു തക്കാളി അരിഞ്ഞിട്ടു. പിന്നെ ഒരു സബോളയും അരിഞ്ഞിട്ടു. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ചിക്കൻ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 ഈ ടൈപ്പ് പീസ് എന്നല്ലേ പറയാം, ഇങ്ങനെ ഈ 3 പീസാണ് വാങ്ങിച്ചത്. പിന്നെ ഈസയ്ക്കുള്ള ചിക്കൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നാ തന്നെ എല്ലാത്തിലും ഞാനപ്പോൾ ഈ ചിക്കൻ ഫുള്ള് കഴുകി, എനിക്ക് ഇതിൻ്റെ തൊലി എന്തോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഈ തൊലി തിന്നാൻ വലിയ ഇഷ്ടമില്ല. പക്ഷേ അച്ചായന് കുഴപ്പമില്ല, അച്ചായൻ പറയും തൊലി അടക്കം ഗ്രില്ല് ചെയ്തോളാം തന്നെ പറയാം. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം തുറന്നിട്ടിട്ട് തൊലി പൊളിക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടും കേട്ടോ, നല്ല സിമ്പിളായിട്ട് കിട്ടും. ഇവിടെ എല്ലാ ചിക്കനും ഇങ്ങനെ തൊലി അടക്കമേ കിട്ടുള്ളൂ, ഇവർ തൊലി പൊളിച്ചിട്ടൊന്നും തരില്ല. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാത്ത കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ചിക്കൻ ഒന്ന് മുറിച്ചു. കാരണം കാലും ആ തൈ പീസും ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് മുറിച്ചു. അല്ലെങ്കിൽ ആ ഗ്രില്ലിൽ വെക്കുമ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് മുറിച്ചു. അങ്ങനെ ഞാൻ സാമ്പാറിൻ്റെ പരിപ്പിലോട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ട് പിന്നെ ഒരു സബോളയും കൂടി ഒന്ന് വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞ്, ഇവിടെ കണ്ടോ ഒരു വൈറ്റ് കളർ സബോളയാണ് കൂടുതലും കിട്ടുക. പിങ്ക് ഉണ്ട്, പക്ഷെ വൈറ്റ് കളറ് കൂടുതലും നമ്മൾ വാങ്ങിക്കുക, അത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള വരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. പിന്നെ ഞാൻ അരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അരി പാത്രത്തിലുള്ള ബാക്കി കുറച്ചുള്ളത് ഇട്ട് പിന്നെ ഞാൻ ഒരു പുതിയ പാക്കറ്റും പൊട്ടിച്ച്, ഞങ്ങൾക്ക് ആവശ്യമുള്ള 3 പേർക്കല്ലേ വേണ്ടു, ഈ ഒരു നേരത്തേക്കല്ലേ വേണ്ടു, അതും ഞാനൊന്ന് ആക്കി ഇട്ടു. ബാക്കിയുള്ളത് ഞാൻ ചെപ്പിലിട്ടിട്ട് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇങ്ങനെ 800 ഗ്രാമിൻ്റെ അരി ഇങ്ങനെ പാക്കറ്റായിട്ട് വരും. ഇതാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ അരി ഇത് നന്നായി കഴുകും കേട്ടോ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അരി 7 പ്രാവശ്യമൊക്കെ കഴുകണമെന്ന്, എന്നാലാണ് അതിൻ്റെ ഒരു അന്നജത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പൂവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ 7 ഒരു 10-15 പ്രാവശ്യം ഞാൻ കഴുകും കേട്ടോ. കാരണം ഈ അരി ഞാൻ മുൻപ് ഇവിടെ വന്ന സമയത്ത് ഞാനൊരു 4-5 പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ കഴുകിയിട്ട് ഞാൻ വെച്ചപ്പോൾ അരി ഭയങ്കരമായിട്ട് ഒട്ടി കിട്ടി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനൊരു 10-15 പ്രാവശ്യമൊക്കെ ഇങ്ങനെ അരി കൈകൊണ്ട് ഇങ്ങനെ ഇളക്കി നന്നായി ഇങ്ങനെ കഴുകും. അങ്ങനെ ഞാൻ വെക്കുമ്പോൾ അരി ഇങ്ങനെ നല്ല വിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടമണി അരിയെ കഴിക്കുക. പക്ഷേ ഇവിടെ ഉണ്ടമണിയൊന്നും കിട്ടാത്തതുകൊണ്ട് കുറച്ച് നീളനരിയാണ്. അപ്പോൾ ഇതിങ്ങനെ കഴുകുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു വൈറ്റ് പോലത്തെ കളർ ഇങ്ങനെ ഒരു വെള്ളം വരും. അപ്പം എനിക്കത് എന്താണെന്ന് മനസ്സിലായി, പതിഞ്ഞ് വരും. അപ്പോൾ ഞാനത് കഴിയണ വരെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും, നന്നായി കഴുകിക്കൊണ്ട് കുറച്ച് നേരം. കാരണം നല്ല റെസ്റ്റ് എടുത്ത് കഴുകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണവാണ് വെള്ളം വരുന്നത്. ഇവിടുത്തെ ചൂടുവെള്ളം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാനൊന്നും പാടില്ല. അപ്പോൾ വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പോയി കഴുകും. അങ്ങനെയാണ്. അപ്പോഴേക്കും അവൾ വന്നിട്ട് അവളുടെ ബാഗും സാധനങ്ങളൊക്കെ ഒതുക്കി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം
വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അവളുടെ വിശേഷങ്ങളും ജോലി സ്ഥലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെ വിശേഷങ്ങളും പപ്പ വിളിച്ചതും അമ്മ വിളിച്ചതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ അതും ഇതൊക്കെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അന്ന് സംസാരിച്ച കാര്യങ്ങൾ ഓർത്ത് ഞാൻ ചിരിക്കാട്ടോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീ അങ്ങനെയല്ലേ നീ ഇങ്ങനെ അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ ഞങ്ങൾ എന്തൊക്കെയോ ഇരുന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഈസുവിൻ്റെ നിന്ന് ഫോൺ വാങ്ങിക്കുക എന്തോ ചെയ്തപ്പോൾ അവൾ കരച്ചിലായി. പിന്നെ ഞങ്ങൾ വീണ്ടും ബാക്ക് ടു കുക്കിങ്ങിലോട്ട് വന്നു. കാരണം ഏകദേശം ഒരു 9:30-10 മണിക്കായി തുടങ്ങി. അപ്പോൾ അവൾ വറുത്തരച്ച് സാമ്പാർ വയ്ക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഈ തേങ്ങയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അവൾ മിക്സ് ചെയ്തൊന്ന് റോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന സബോള ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അരിഞ്ഞ് കുക്കറിലോട്ട് ഇട്ട് സെറ്റാക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൾ സാമ്പാറിന് വേണ്ട ഈ അരപ്പ് ഇതൊക്കെ തയ്യാറാക്കി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ചായൻ വന്നു. അപ്പോൾ അച്ചായൻ വന്നപ്പോൾ ഇവൾ വരണമെന്ന് അച്ചായനോട് വിളിച്ച് പറഞ്ഞപ്പോൾ അച്ചായൻ സർപ്രൈസായിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടുണ്ടായിരുന്നു. നമ്മളിവിടുത്തെ അത്യാവശ്യം നല്ലൊരു ഐറ്റാട്ടത് ഇവരുടെ, അതായത് ഒരു ചോക്ലേറ്റും അതുപോലെ തന്നെ വാനിലയും കൂടി മിക്സായിട്ട് വരുന്ന മിൽക്കയുടെ ഒരു ഐസ്ക്രീം, നല്ല വെറൈറ്റി ഐസ്ക്രീം ആട്ടോ. ഇവിടുത്തെ ഐസ്ക്രീമൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് വാനിലയുടെ തന്നെ പ്ലെയിൻ ഫ്ലേവർ ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ അതായും തന്നെ ഇസുവിനെ കൊടുത്തത്. കാരണം ഇസു വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. അപ്പോൾ അവൾക്കത് കൊടുത്തു. ഞങ്ങളപ്പോൾ കുക്കിങ്ങൊക്കെ നിർത്തിയിട്ട് എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഐസ്ക്രീം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ നേരം കുറേ ആയി, 10:30 കഴിഞ്ഞു. ഫുഡൊന്നും ആയിട്ടില്ല. അപ്പോഴേക്കും ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹറിബറി ആയിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. ഗ്രില്ല് ചെയ്യലും അതൊക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടാണ്. കാരണം അതിൻ്റെ ഇടയിൽ വേഗം ഹറിബറി ആയി ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.